ഹായ്, ഞാൻ സുജിത രതീഷ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സൂപ്പർ ഡിഷാണ്. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല കരിക്കരിപ്പായിട്ടുള്ള ഗോബി 65 ആണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ഇതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ ഇടത്തരം വലിപ്പത്തിലുള്ള ഒരു കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതുപോലെ പൂക്കളായിട്ടൊന്ന് അടർത്തിയെടുക്കണം. അതിനുശേഷം ഇത് ചൂടുവെള്ളത്തിലിട്ട് നമുക്ക് തിളച്ച വെള്ളത്തിലിട്ട് നമുക്കൊന്ന് ബ്ലാൻഡ് ചെയ്തെടുക്കണം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതി കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് കോളിഫ്ലവർ ചേർത്ത് ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം തീ ഓഫ് ചെയ്ത് ഈ വെള്ളം വാർത്തതിന് ശേഷം നമ്മുടെ കോളിഫ്ലവർ ഇമ്മീഡിയറ്റായിട്ട് ഐസ് കോൾഡ് വാട്ടറിൽ ഇട്ട് വെക്കണം. അതിനുശേഷം വെള്ളം കംപ്ലീറ്റായി വാർത്തതിന് ശേഷം ഇതൊരു ബൗളിലേക്ക് ഇട്ട് വെക്കാം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു 3-4 ടീസ്പൂൺ പുളി പിഴിഞ്ഞ വെള്ളം, പിന്നെ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ എന്നിവ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1.5 ടേബിൾ സ്പൂൺ മൈദാമാവ്, 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി എന്നിവയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു സ്പ്രിഗ് കറിവേപ്പില ചേർത്ത് കൈകൊണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഇരിക്കും, ഒരു പൊടി ഊറിയതുപോലെ. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിതിൽ കളറ് ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കളറ് ചേർക്കാം കേട്ടോ. അപ്പോഴേ നമുക്ക് വെളിയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു കളറ് കിട്ടുള്ളൂ. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പം നമുക്കതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ഒരു മീഡിയം ഹോട്ടായി വരുന്ന സമയത്ത് നമ്മൾ കോളിഫ്ലവർ ചേർത്ത് കൊടുക്കണം. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ കോളിഫ്ലവറിൻ്റെ പുറമത്തെ കോട്ടിങ് കരിഞ്ഞു പോകും, അകം ശരിക്കും കുക്കായി കിട്ടുകയില്ല. അതുകൊണ്ടാണ് മീഡിയം ഫ്ലെയിം വേണമെന്ന് പറയുന്നത്. തീ ഒരുപാട് യാതൊരു കാരണവശാലും കൂട്ടിയിടാൻ പാടില്ല. മീഡിയം ഫ്ലെയിം ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഞാനൊരു അറ്റ് എ ടൈമിൽ ഒരു 6 കോളിഫ്ലവറേ ചെയ്യുന്നുള്ളൂ. കാരണം ഓവർ ക്രൗഡാക്കി വെച്ചാൽ ക്രിസ്പായി വരില്ല. കണ്ടില്ലേ, ഇതുപോലെ ഇരിക്കും. ഇനി വീണ്ടും ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ആയിട്ടില്ല കേട്ടോ, ഞാൻ ഒന്ന് കാണിക്കാൻ വേണ്ടി എടുത്തതാണ്. ഒട്ടി പിടിച്ചിട്ടില്ല. അപ്പോൾ നല്ല ഡീപ് ഫ്രൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ എൻ്റെ കോളിഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഞാനിത് കോരി ഒരു ബൗളിലേക്കിട്ട് അടുത്ത ബാച്ച് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇങ്ങനെ ഒരു 3 ബാച്ചായിട്ടാണ് മീഡിയം ഫ്ലെയിമിൽ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. കോളിഫ്ലവർ നമ്മൾ കോരി വാങ്ങുന്ന സമയത്ത് തീ ഒരല്പം കൂട്ടിയിട്ടുള്ളൂ, അപ്പോൾ എണ്ണ കുറയും. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി. നമ്മുടെ കോളിഫ്ലവർ 65 റെഡി ആയിട്ടുണ്ട്. ഞാൻ അതേ ഓയിലിൽ തന്നെ കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും ഫ്രൈ ചെയ്ത് ഒരു ഭംഗിക്ക് വേണ്ടി ഇതിൻ്റെ മേലെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെയ്യാം. കറിവേപ്പില എന്തായാലും കുറച്ച് ഫ്രൈ ചെയ്തിടണം, അപ്പോഴാണ് സൂപ്പർ ടേസ്റ്റ്. ഇത് കെച്ചപ്പിൻ്റെ കൂടെയോ വെറുതെയോ ഒക്കെ കഴിക്കാം. നല്ലൊരു സ്റ്റാർട്ടറാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. എസ്പെഷ്യലി പച്ചക്കറിയും കഴിക്കാത്ത കുട്ടികൾക്ക് വളരെ ഇഷ്ടമായിരിക്കും ഗോബി 65 എന്ന് പറയുമ്പോൾ. ചൂടോട് കൂടി തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക. നല്ല കരികരിപ്പായിട്ടിരിക്കും. അപ്പോൾ വീണ്ടും അടുത്ത ഒരു നല്ല റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.